സമ്മാനദാനമാണ്. അഥവാ നമ്മളെ ക്യാൻറ്റീന് ഒരു അടിക്കുറിപ്പ് മത്സരം നടത്തിയതല്ലോ. ആ അടിക്കുറിപ്പ് മത്സരത്തിൽ ചെയ്തത് എങ്ങനെയാ വെച്ചാൽ, കിട്ടിയ പേര് ആളെ പേരൊന്നും അറിയിക്കാത്ത രൂപത്തിൽ എനിക്ക് കിട്ടുന്നു. ഇതാണ് മൊത്തം കിട്ടിയ ഒരു 19-20 അടിക്കുറിപ്പുകളാണ് ആ മത്സരത്തിൽ വന്നത്. ആ വന്നതിൽ പേര് പറയാതെ എല്ലാം എനിക്ക് കിട്ടി. ഞാൻ ഏകദേശം മാർക്കിട്ട് 2 ഞാൻ കണ്ടെത്തി. 2 ഞാൻ കണ്ടെത്തിയത് ഏറ്റവും അനുയോജ്യമായതായിട്ട് 2 കണ്ടെത്തി. ഞാൻ മാത്രം മാർക്ക് കണ്ടാൽ ഞാനും പുറത്തേക്ക് വേറെ വിട്ടു. നമ്മളെ ജാഫർ മാസ്റ്റർ അടുക്കിലേക്ക് വിട്ടു. അദ്ദേഹം മലയാളത്തിൽ കുറച്ച് ഉഷാറുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തു. നിങ്ങളൊന്ന് ഞാൻ മാർക്ക് ഇട്ടിക്കണ്, നിങ്ങളൊന്ന് മാർക്കിടി എൻ്റെ മൂപ്പര് കൂട്ടപ്പോൾ മൂപ്പര് 2 അയച്ചു. ഈ 2 കുഴപ്പമില്ല, ഞാൻ തിരഞ്ഞെടുത്ത അതേ 2 തന്നെയാണ്. മൂപ്പർക്ക് ഇത് ആരാന്നറിയില്ല, അതേ 2. ഇത് ആരതാന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ തിരിച്ചു വിട്ടു. ഈ 2 വാക്യങ്ങൾക്കാണ് അതില് മാർക്കിട്ടത്. ആ 2 1-ാം സ്ഥാനാണ്. നറുക്കെടുപ്പിലൂടെ എന്ത് ചെയ്യും, 1-2 സമ്മാനങ്ങൾക്ക് വേണ്ടി 1-2 സ്ഥാനങ്ങൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കാം. 2 1-ാം സ്ഥാനം തന്നെയാണ് എന്ന് പറഞ്ഞു വിട്ടു. ആ അടിക്കുറിപ്പ് മത്സരത്തിൽ എഴുതിയത് ഒന്ന് നമ്മളെ ക്യാൻറ്റീനെ കുറിച്ച്. ഹരിതശാന്തം ഈ വെണ്മ നിറഞ്ഞ സൽക്കാരപുര. അതും കാപ്പിറാട്ടയിൽ അറിവിന്റെ മധുരിമയിൽ ചേർത്ത് നിൽപ്പിന്റെ പുതിയ രുചിയിടം എന്നുള്ള 2 അടിക്കുറിപ്പുകൾ. 2 1-ാം സ്ഥാനമായപ്പോൾ സമ്മാനത്തിന് വേണ്ടി നറുക്കെടുപ്പ് നടത്തി. അതിൽ 1-ാം സ്ഥാനം ഹരിതശാന്തം ഈ വെണ്മ നിറഞ്ഞ സൽക്കാരപുര എന്നെഴുതിയ ഇർഷാദ് അലി ബുഖാരി പാക്കണ, അദ്ദേഹമാണ് 1-ാം സ്ഥാനം നേടിയത്. അതുപോലെ കാപ്പിറാട്ടയിൽ അറിവിന്റെ മധുരിമയിൽ ചേർത്ത് നിൽപ്പിന്റെ പുതിയ രുചിയിടം എന്ന അടിക്കുറിപ്പ് എഴുതിയ ജുനൈദ് വട്ടപ്പാടം വഴിക്കടവ്, അതാണ് 2-ാം സ്ഥാനത്തിന് അർഹരായിട്ടുള്ളത്. 2 ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ സദസ്സിന് സമ്മാനം വാപ്പുണ്ട്. മക്കൾക്ക് വരെ വാപ്പ, മകനെ വരെ വാപ്പുണ്ട്. 1-ന് 2-ാം സ്ഥാനത്തിൻ്റെത്. അപ്പൊ സമ്മാനദാനം ഇർഷാദ് അലി ബുഖാരിക്കുള്ള സമ്മാനം. ഇർഷാദ് അലിന്റെ കുട്ടി തന്നെ വാങ്ങി. റസാഖിനെ ഉണ്ട്. അല്ലാഹു അക്ബർ. കേട്ടാ.